ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്മസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്റർ 4 ക്ലാസ് 6 ബേസിക് സയൻസിലെ ചാപ്റ്റർ 4 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പൂക്കൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള പിക്ചേഴ്സ് തന്നെയാണ്. അത് വിശദമായി നോക്കി അതിൽ ഓരോന്നിൻ്റെയും പേര് എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ആദ്യത്തെ പിക്ചർ ഏതാണ്? ഒന്നാമത്തെ പിക്ചർ മുക്കൂറ്റി, രണ്ടാമത്തേത് തുമ്പ, മൂന്നാമത്തേത് തൊട്ടാവാടി, നാലാമത്തേത് കണിക്കൊന്ന. അടുത്ത ചോദ്യം, ചെമ്പരത്തിപ്പൂവ് നിരീക്ഷിച്ച് താഴെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേര് എഴുതുക. ഇവിടെ എയും ബിയും എന്ന് എഴുതിയിട്ടിരിക്കുന്ന ഭാഗങ്ങളുടെ പേര് എന്താണെന്ന് എഴുതുകയാണ് അടുത്ത ചോദ്യം. എ പാർട്ട് എന്ന് പറയുന്നത് ദളമാണ്, ബി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? പൂഞ്ഞെട്ടാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഏതെങ്കിലും 4 ഭാഗങ്ങൾ കണ്ടെത്തി അവയുടെ ധർമ്മം എഴുതുക. ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു 4 എണ്ണത്തിൻ്റെ പേര് എഴുതി അതിൻ്റെ ധർമ്മം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ട് തന്നെ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണ്. ഓരോ ഭാഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങളും. പൂഞ്ഞെട്ട് പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പുഷ്പാസനം പൂവിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടമൊരുക്കുന്നു. വിതളപുടം വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ദളപുടം ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നു. കേസരപുടം കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗം. ജനിപുടം പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗം. ജനിപുടത്തിൽ ഒന്നോ ഒന്നിലധികമോ ജനികൾ ഉണ്ടാകും. അടുത്ത ചോദ്യം നോക്കാം. പൂക്കാത്ത ചെടികൾക്ക് 2 ഉദാഹരണം എഴുതാം. ഉദാഹരണങ്ങൾ പൈൻ, സൈക്കസ്, പന്നൽ, മണി പ്ലാന്റ് ഇവയെല്ലാം പൂക്കൾ ഉണ്ടാവാത്ത ചെടികൾക്ക് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രയോജനങ്ങളാണ് പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ട് ഒരു ചെടിക്ക് ലഭിക്കുന്നത്? നോക്കാം. ഒന്നാമത്തെ പ്രയോജനം, പൂവിൽ നിന്ന് ഫലം ഉണ്ടാകുന്നു. അതായത് ഒരു പൂവിൽ നിന്നാണ് ആ ചെടിയുടെ ഫലം ഉണ്ടാകുന്നത്. ഫലത്തിനുള്ളിലാണ് എന്തുള്ളത്? വിത്തുണ്ടാകുന്നത്. ആ വിത്തിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെടിക്ക് അതിൽ നിന്ന് വേറൊരു ചെടി ഉണ്ടാവണം, പുതിയ ചെടി ഉണ്ടാവണമെങ്കിൽ അതിനെന്താവശ്യമാണ്? പൂവ് ആവശ്യമാണ്. അടുത്ത ചോദ്യം, എങ്ങനെയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്? പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് പ്രത്യുൽപാദനം. പ്രത്യുൽപാദനം വഴിയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്. പ്രത്യുൽപാദനം നടന്നാൽ മാത്രമാണ് ഒരു പൂവിൽ ഫലം ഉണ്ടാവുകയും ആ ഫലം വിത്തായി മാറുകയും ചെയ്യുന്നത്. അടുത്ത ചോദ്യം, എന്തൊക്കെയാണ് പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ? അവയെ വിശദീകരിക്കുക. ഏതൊക്കെയാണ് പൂവിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യുൽപാദന ഭാഗങ്ങൾ? അവയെപ്പറ്റി വിശദീകരിക്കുകയും ചെയ്യാം. അപ്പം ആ ചോദ്യം നോക്കാം. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന അവയവത്തെ പറയുന്ന പേരാണ് കേസരപുടം. പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന അവയവത്തെ പറയുന്ന പേരാണ് ജനിപുടം. ഇനി ഇവ ഓരോന്നും നമുക്ക് വിശദീകരിച്ച് നോക്കാം. കേസരപുടം അഥവാ കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം. കേസരത്തിന് തന്തുകം, പരാഗി എന്നീ ഭാഗങ്ങളുണ്ട്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ ഉള്ളത്. പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ. അതായത് ഒരു സസ്യത്തിൻ്റെ ആൺ പ്രത്യുൽപാദന അവയവമാണ് കേസരപുടം. അതിലെ പരാഗരേണുക്കളാണ് പുംബീജത്തെ വഹിക്കുന്ന ഭാഗം. ഓക്കെ. ജനിപുടമാണ് പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗം. ജനിയിൽ പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നീ ഭാഗങ്ങളുണ്ട്. അപ്പം ജനിപുടം എന്നതാണ് പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 4ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഉപകാരപ്രദമാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് വിടുക. താങ്ക്